ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ സമയം ഒരു ഏർലി മോർണിംഗ് 2 മണിയായി കാണും. 2 മണിയായപ്പോൾ എണീറ്റു. മോർണിംഗ് ഫ്ലൈറ്റാണ്. 5 മണിക്കായിരുന്നു എൻ്റെ റിപ്പോർട്ടിംഗ് ടൈം. അപ്പോൾ ഞാൻ എന്താ റെഡി ആവാനായിട്ട് 2 മണിയായപ്പോൾ തന്നെ എണീറ്റു കേട്ടോ. 2 മണിക്ക് എണീക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റെഡിയായി പിന്നെ 1 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടല്ലോ. എനിക്ക് ഇവിടുന്ന് ഞാൻ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് എയർപോർട്ടിലേക്ക് 1 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അതിന് 1 മണിക്കൂർ മുമ്പ് എനിക്ക് റെഡി ആവണം. പിന്നെ എൻ്റെ ഉറക്കം റെഡി ആവാത്തതുകൊണ്ട് തന്നെ ഞാൻ 2 മണിയായപ്പോൾ തന്നെ എണീറ്റു. അപ്പോൾ അങ്ങനെ ഞാനൊരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ച് ഇപ്പോൾ റെഡി ആവാമെന്ന് കരുതി. കാരണം എന്തായാലും ഉറക്കം വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാപ്പിയൊക്കെ കുടിച്ചാൽ ഉറക്കമൊക്കെ കുറച്ചൊക്കെ ഒന്ന് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ കാപ്പി ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസൊക്കെ ഒന്ന് എഴുതി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ രജിസ്ട്രേഷൻ, എത്ര പാസഞ്ചേഴ്സ് ഉണ്ട്, അതേപോലെ ക്രൂ ഏതൊക്കെയാണ് നമ്മുടെ കൂടെ ഫ്ലൈ ചെയ്യുന്നത്, പിന്നെ എത്ര ഫ്ലൈയിങ് ടൈം ഉണ്ട് ഫ്ലൈറ്റിൻ്റെ. ഇന്ന് ഞാൻ പോകുന്നത് ഒരു 4 സെക്ടർ ഫ്ലൈറ്റ് ആണ് കേട്ടോ. അതായത് അബുദാബി മസ്കറ്റ് അബുദാബി, ദെൻ അബുദാബി ദമാം ബാക്ക് ടു അബുദാബി. അങ്ങനെ ഒരു 4 സെക്ടർ ഉണ്ടെന്ന്. അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കുകയാണ്. ഇത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. എല്ലാ ദിവസവും ഫ്ലൈറ്റിന് മുമ്പ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് റെഫർ ചെയ്യണം. എഴുതണമെന്ന് മാൻഡേറ്ററി അല്ല, അതൊന്ന് റെഫർ ചെയ്തിരിക്കണം കാര്യങ്ങളൊക്കെ. ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഫ്ലൈ ചെയ്യുന്നത്, അതേപോലെ ഫ്ലൈയിങ് ടൈം, ഫ്ലൈറ്റ് നമ്പർ, ഫ്ലൈറ്റിൻ്റെ എയർക്രാഫ്റ്റ് രജിസ്ട്രേഷൻ, ഏത് ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ് ആണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഒന്ന് ഫെമിലിയറൈസ് ആവാനായിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ പാസഞ്ചർ ഡീറ്റെയിൽസ് ഇത് മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാനിങ്ങനെ എഴുതി വെക്കുകയാണ്. അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇനിയിപ്പോൾ റെഡി ആവാൻ പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ മുഖമൊക്കെ ഒന്ന് ഫേസ് വാഷ് കഴുകി, നല്ല തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോൾ തന്നെ പകുതി ഉറക്കം ഒക്കെ ഒന്ന് പോകുമല്ലോ. ഞാനങ്ങനെ അധികം ഉറങ്ങാൻ പറ്റിയിട്ടില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ അത്ര ഉറക്കക്ഷീണം എനിക്കിപ്പില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് റെഡിയായി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫേസ് വാഷ് ഇട്ട് കഴുകി അതിന് ശേഷം ഒരു ലിപ് ബാമൊക്കെ ഇട്ടു. പിന്നെ അതിന് ശേഷം ഞാൻ ഫേസിൽ റോസ് വാട്ടറാണ് സ്പ്രേ ചെയ്തത്. ഇത് ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അത് ചെയ്തു തുടങ്ങിയതിന് ശേഷം എൻ്റെ ഫേസിൽ കുറച്ചും കൂടെ എനിക്കെന്തോ കുറച്ച് സ്കിന്നൊക്കെ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഈ റോസ് വാട്ടർ സ്പ്രേ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ അത് ഞാൻ ഇപ്പോൾ ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റോസ് വാട്ടറൊക്കെ സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഇട്ടു. മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നത് ഒലേയുടെ ആയിരുന്നു. അത് ഈ ഡ്രൈ സ്കിന്നിന് പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അതിനുശേഷം സൺസ്ക്രീനാണ് ഇട്ടത്. സൺസ്ക്രീൻ സെറ്റാഫിലിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഡസൻ മാറ്റർ. നമുക്കിപ്പോൾ ബ്രാൻഡിന് പ്രസക്തി ഇല്ലല്ലോ. സൺസ്ക്രീൻ നമ്മൾ ഇപ്പോൾ ഏത് ബ്രാൻഡാണെങ്കിലും എല്ലാവരും ഇപ്പോൾ ഇടുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ അങ്ങനെ സൺസ്ക്രീൻ ഇടുന്നുണ്ട്. സമയം ഏർലി മോർണിംഗ് 2 മണി ആയിട്ടേ ഉള്ളൂ. സൂര്യനൊന്നും ഉദിച്ചിട്ടില്ലെങ്കിലും അതിടാറുണ്ട് ഞാൻ ഡെയിലി. അപ്പോൾ അങ്ങനെ സൺസ്ക്രീനൊക്കെ ഇട്ടു. പിന്നെ ഇപ്പോൾ ബേസ് റെഡിയായി മേക്കപ്പിൻ്റെ. ഇനിയിപ്പോൾ ഹെയർ ചെയ്യാമെന്ന് കരുതി. ഹെയർ ഞാൻ ഇതുപോലെ കെട്ടി ഒരു ബൺ കെട്ടാണ് ചെയ്യുന്നത്. അതായത് ഒരു ഡോണറ്റ് വെച്ചിട്ട് പുട്ടപ്പ് ചെയ്യാണ് ചെയ്യാറുള്ളത്. ഞാൻ മിക്കപ്പോഴും അത് തന്നെയാണ് ചെയ്യാറുള്ളത്. നമുക്ക് പലതരത്തിലുള്ള ഹെയർ സ്റ്റൈൽ അലൗഡാണ്. അപ്പോൾ ഞാൻ ചെയ്യാറുള്ള ഹെയർ സ്റ്റൈൽ ഇതാണ് കേട്ടോ, ഗ്രൂമിങ്ങിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെ ഹെയർ കെട്ടലൊക്കെ കഴിഞ്ഞു. നെറ്റ് ഇടുന്നുണ്ട്, സീറോ നെറ്റ്. നമ്മുടെ ഹെയർ എപ്പോഴും നീറ്റായിട്ടിരിക്കണമല്ലോ. എനിക്കാണെങ്കിൽ ഒരുപാട് ബേബി ഹെയർസ് ഉണ്ട് എൻ്റെ ഹെയറിൽ. അതുകൊണ്ട് തന്നെ ഈ വാക്സും സ്പ്രേ ഒന്നും ഇല്ലാണ്ട് എൻ്റെ മുടി മര്യാദയ്ക്ക് നിൽക്കില്ല. അപ്പോൾ അതിന് ശേഷം പിന്നെ വീണ്ടും ഞാൻ മേക്കപ്പിലേക്ക് കടന്നു, ഫേസ് മേക്കപ്പിലേക്ക് കടന്നു. ആദ്യം തന്നെ ഞാനൊരു പ്രൈമറാണ് ഇട്ടത്. പ്രൈമർ അറിയാലോ, മേക്കപ്പിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ എനിക്കിതിൻ്റെ മെയിൻ പർപ്പസ് അറിയില്ല, പക്ഷെ ഞാനിത് ഇഷ്ടപ്പെടാൻ കാരണം ഇതിടുമ്പോൾ എൻ്റെ ഫേസ് കുറച്ചും കൂടെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല ഡ്യൂയി ഗ്ലോയി ഫിനിഷ് തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതിന് ശേഷം മേക്കപ്പ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് ഞാൻ ഫിക്സിങ് സ്പ്രേ ഒക്കെ ചെയ്തു. ഫുൾ ഗ്രൂമിങ് കഴിഞ്ഞു. ഞാൻ ഫുൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടണ്ടെന്ന് കരുതി. കാരണം ഞാൻ മുമ്പ് ഇട്ടിട്ടുള്ളതാണല്ലോ. വെറുതെ ഒരു ആവർത്തന
വിരസത വരണ്ട എന്ന് കരുതിയിട്ട് ഞാനത് ഇട്ടില്ല. പിന്നെ അതിന് ശേഷം ഹെയറിൽ ഞാൻ പറഞ്ഞല്ലോ, ഹെയർ സ്പ്രേ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്തത്. കാരണം എനിക്ക് ബേബി ഹെയർസ് ഉള്ളതുകൊണ്ട് അത് ഒതുക്കി നിർത്താൻ അതില്ലാതെ പറ്റില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇതാ യൂണിഫോമൊക്കെ ഇട്ടു റെഡി ആയിട്ടോ. ടാഗ്, നെയിം പ്ലേറ്റ്, അതേപോലെ വാച്ച്, കമ്മൽ എല്ലാം ഇട്ട് ഇപ്പോൾ ഫുൾ റെഡിയായി. അങ്ങനെ ഞാൻ ഇതാ ഇറങ്ങി. കണ്ടോ, ഇരുട്ടാണ്, സമയം ഇപ്പോൾ ഒരു 3:30 ഒക്കെ ആയി കാണും പുലർച്ചെ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്താ ചെക്കിനെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിലെത്തി, എയർക്രാഫ്റ്റിലെത്തി. തിരിച്ച് ഞാൻ ഈ 4 സെക്ടറും കഴിഞ്ഞ് അബുദാബിയിൽ ലാൻഡായിട്ടോ. ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ എയർക്രാഫ്റ്റ്. അപ്പം അങ്ങനെ എയർക്രാഫ്റ്റിനോട് ബൈ ബൈ പറഞ്ഞ് നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. ഇനി റെസ്റ്റാണ്. ഇതാണ് പുതിയ അബുദാബിയിലെ ടെർമിനലാണ് കേട്ടോ ഇത്. അപ്പം അങ്ങനെ ഞാൻ എത്തി. എയർപോർട്ടിന് ബൈ ബൈ പറഞ്ഞ് ഞാനിനി വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി കണ്ടോ ഒരു എയർക്രാഫ്റ്റ്, എയർ അറേബ്യയുടെ ഫ്ലൈറ്റാണ് കേട്ടോ അത്. ഒരു ടേക്ക് ഓഫ് ഒക്കെ കണ്ടു. അങ്ങനെ നല്ല ടയേർഡാണ് കേട്ടോ. കാരണം എനിക്ക് ഉറക്കം തലേദിവസം റെഡി ആവാത്തതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ എയർക്രാഫ്റ്റൊക്കെ പോകുന്നത് കണ്ടും ഞാനിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ക്യാബല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡ് എന്നെ പിക്ക് ചെയ്യാൻ വന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നതുകൊണ്ട് ഞാൻ ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. കാരണം ഫ്രണ്ടിലിരുന്ന് ഉറങ്ങുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് ഉറക്കം വരണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ബാക്ക് സീറ്റിലിരുന്ന് ഉറങ്ങാൻ ശ്രമിച്ചു. ഉറക്കം വരുന്നുണ്ട്, പക്ഷേ എന്തോ ഇങ്ങനെ വണ്ടി ഇങ്ങനെ എന്തോ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഗ്രാൻഡ് മോസ്കൊക്കെ കണ്ട് ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ഷീണമാണ്. പിന്നെ എന്നാലും വീഡിയോ എടുക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് എപ്പോഴാണെങ്കിലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കും. പിന്നെ പോകുന്ന വഴി ഇങ്ങനെ കാഴ്ചകൾ കണ്ടോ. ഇവിടെ UAE-യിലൊക്കെ ഇപ്പോൾ എനിക്ക് നാട്ടിലേക്കാൾ കൂടുതൽ മരങ്ങളുള്ളതായിട്ട് എനിക്കിപ്പോൾ തോന്നിയിട്ടുണ്ട്. ഇവർ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ നേച്ചറിനെ സംരക്ഷിക്കാനൊക്കെ ആയിട്ട്. ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ മരുഭൂമിയാണ്, അറിയാലോ, ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. എന്നിട്ടും അവരതിനെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ്